യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അഖില് ഇവിടെയും കുട്ടി ഇറങ്ങിപ്പോന്നതൊക്കെ ശരിയാണ്. പക്ഷേ അതുകൊണ്ട് വീട്ടുകാരെയൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറയാനാവില്ലല്ലോ. ഞാനവിടെ ഒന്ന് സംസാരിച്ചത് ഇച്ചിരി കൂടിപ്പോയെന്ന് ആനന്ദിന് വരെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണണമെങ്കിൽ തന്നെ ആനന്ദിനും മാതിരിക്കും ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ല ഇതേ, അതിപ്പോ എനിക്കായാലും അങ്ങനെ തോന്നില്ലേ? അതുകൊണ്ട് ഞാൻ കുറച്ച് വീടുകൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് വില്ലകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്ക്. എന്നിട്ട് ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ എന്നോട് പറ. ഞാൻ അവരെ വിളിച്ച് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. അല്ലെങ്കിൽ വേറെ വീട്? അയ്യോ അഖിലേ, നിങ്ങളുടെ പേരിൽ മേടിക്കാനൊന്നും അല്ല. അതിനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല. തൽക്കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും വാടകയ്ക്ക് താമസിക്കാം. അതെന്തിനാ? ഇവിടെ ഇത്ര സ്ഥലമുണ്ടല്ലോ. ഉവ്വ്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതം വേണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങണം. അഖിലിന്റെ അച്ഛൻ ആനന്ദ് എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ദത്തനൊരു കാര്യം തീരുമാനിക്കാനും നടപ്പിലാക്കാനും ഭാര്യയോട് ചർച്ച ചെയ്ത് അങ്ങ് തീരുമാനിച്ചാൽ മതിയെന്ന്. അതിനുള്ള കാരണം ഞാൻ നന്നേ ചെറുപ്പത്തില് ഇൻഡിപെൻഡന്റായി ജീവിച്ചു എന്നതാ. എന്നുവെച്ച് ഞങ്ങളെയും അഖിലിന്റെ അച്ഛനമ്മയൊക്കെ ഉപേക്ഷിച്ച് ഒറ്റമരത്തിലെ കുരങ്ങച്ചൻ താമസിച്ചതുപോലെ ആകണം എന്നല്ല. എല്ലാവരും വേണം, എല്ലാരും പോയി കാണണം, അവരിങ്ങോട്ടും വരണം. പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമായിരിക്കണം. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആ ഒറ്റ ഡിസിഷൻ കൊണ്ട് തന്നെ ഇല്ലാതാകും. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതൊക്കെ ഒന്ന് നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ട 2-3 സ്ഥലം പറ, ഞാൻ അവരോട് സംസാരിക്കാം. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വേറൊരു വീടെടുത്ത് മാറുമെന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് വേണമെന്ന് ആര് പറഞ്ഞു? എല്ലാം ശരിയായി വരുമ്പോഴേക്കും 1-2 മാസം കഴിയും. പക്ഷേ അത് വേണോ അഖിലേ? എന്റെ മോളും താനും മാത്രമായി നിങ്ങളുടെ ഒരു ലോകം ഉണ്ടാവണം. അവിടെ ഞങ്ങളൊക്കെ വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരാവുന്നതാണ് നല്ലത്. അല്ലേ ഗീതേ? അത് ശരിയാ. അകന്നിരുന്ന സ്നേഹം കൂടുന്ന എന്റെ അനുഭവത്തിൽ അത് സത്യമാ. അതെ മോളെ, കല്യാണം കഴിഞ്ഞു ചെന്ന് ആദ്യത്തെ 5-6 മാസം നിന്റെ അച്ഛന്റെ അമ്മ എന്നെ നിലത്ത് നിർത്തിയിട്ടില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നോ? ആ അതെ. പക്ഷേ അന്ന് അത് പോരായിട്ട് എനിക്ക് തോന്നിയത്. പോരിന് സ്നേഹം എന്നൊരു അർത്ഥമുണ്ടെന്ന് ഞങ്ങൾ മാറി താമസിച്ചപ്പോഴാ മനസ്സിലായത്. ചിലപ്പോ മഹേശ്വരി അമ്മ കാണിക്കുന്ന മുഴുവൻ വേറൊരർത്ഥത്തിൽ സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് നിങ്ങൾക്ക് പിന്നീട് തോന്നും. ബെസ്റ്റ്. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. ഇവരൊക്കെ ശരിക്കും അച്ഛമ്മ കുട്ടികളാ. അമ്മയുടെ ഒരൊറ്റ ഡയലോഗ് മതി ഇവർക്ക് തിരിച്ചങ്ങോട്ട് പോവാൻ. ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ അതിലേ. അപ്പൊ നിങ്ങൾ ഈ വീടൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്യും. എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഒരു ദിവസം ആനന്ദിനോടും മാധുരിയോടും വന്ന് കാണാൻ പറയാം. ഒരു കാലത്ത് മിക്കവാറും എല്ലാ ദിവസവും ക്ലബിൽ കണ്ടിരുന്ന ഞങ്ങള് അടുത്ത കാലത്ത് അത് വിട്ടുപോയി. സാരമില്ല, ഇനി നിങ്ങളുടെ വീട്ടിലൊന്നും കൂടിക്കളെ. ഓഹോ, അത് ശരി. അപ്പൊ സുഹൃത്തിനെ കൂട്ടി കള്ളു കുടിക്കാനാ വീട് നോക്കുന്നത്, അല്ലാതെ കുട്ടികൾക്ക് താമസിക്കാനല്ല. നീ ഒന്നും ഉണ്ടായിരുന്നേ. ഇതാ നോക്ക് പിള്ളാരെ, നീ വന്നേ. എങ്ങനെയുണ്ട് എന്റെ അച്ഛനും അമ്മയും? നല്ല വൈബല്ലേ? അടിപൊളി. ഇത് നോക്കിയേ, എങ്ങനെയുണ്ട്? കൊള്ളാം. അല്ല, താനെന്താ എവിടെ വന്ന് നിൽക്കുന്നു? ഞാൻ എവിടൊക്കെ നോക്കി. എന്തേ? ഓഫീസിൽ നിന്ന് വന്നപ്പോ തന്നെ കണ്ടില്ല. നേരത്തെ ആണല്ലോ. എനിക്കെന്തോ ഓഫീസിലിരിക്കാൻ തോന്നിയില്ല. 1-2 ഹിയറിംഗ് ഉണ്ടായിരുന്നത് ജോർജ് കുട്ടി അറ്റൻഡ് ചെയ്തു.
പിന്നെ നേരെ ഇങ്ങി പോന്നു. തന്നെ ഇവിടെങ്ങും കണ്ടില്ല. അപ്പൊ ഞാനൊന്ന് ഫ്രഷായി. ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചാ എവിടെയും സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. എനിക്കിപ്പോ ഈ വീട്ടിൽ കഴിയാൻ തന്നെ പേടിയായി തുടങ്ങിയ ചേട്ടാ. അഖില മാറിയതുപോലെ തനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇഷ്ടമല്ല. എല്ലാരും വേണം എപ്പോഴും ചുറ്റിലും. സ്നേഹസദനത്തിലെ പോലെ ഒരുമിച്ച് വെച്ചും ഉണ്ടും കഴിയുന്നത് എന്ത് സന്തോഷാണെന്നോ. ചില ദിവസങ്ങളില് കഞ്ഞിയും ഒരു മെഴുക്കുരട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നതും കഴിച്ചിരുന്നതും എന്തൊരാഘോഷമായിട്ടായിരുന്നോ. എല്ലാരെയും വരിയിട്ടിരുത്തി അത് വിളമ്പിക്കൊടുത്ത് ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോ എന്നും ഓണസദ്യ കഴിക്കുന്നൊരു ഫീലായിരുന്നു. ഇപ്പോ ഒരു കറിക്ക് പകരം 3-4 കറികളാ. രാവിലത്തെ പലഹാരം വൈകിട്ട് കഴിക്കില്ല. 3 നേരം 3 തരം ഉണ്ടാക്കാനും വിളമ്പിത്തരാനും വരെ ആളുണ്ട്. പക്ഷേ ആഹാ, നന്ദനായിരുന്നോ? എന്താ പതിവില്ലാതെ മണിയൊക്കെ മുഴക്കുന്നത്? പതിവില്ലാത്തതാണല്ലോ ഇവിടെ മുഴുവൻ നടക്കുന്നത്. അത് തന്നെ കാരണം. എനിക്ക് സംസാരിക്കാനുള്ളത് ഇവിടുത്തെ വക്കീലിനോടും അയാളുടെ ഭാര്യയോടുമാണ്. അവരെ വിളിക്കണം. വേവാട്ടെ. എന്താ നന്ദേട്ടാ, എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലല്ലേ? എന്റെ കുടുംബത്തെ ഛിന്നഭിന്നമാക്കിയിട്ട് എന്റെ ഭാര്യയും മകളെയും ഈ അവസ്ഥയിലാക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലേ? എന്താ ഉത്തരം മുട്ടിപ്പോയ മാതിരി? നന്ദൻ ചോദിച്ചപ്പോ വായടഞ്ഞു പോയോ? ഞാൻ എന്തിനാ മിണ്ടാതിരിക്കുന്നേ? നന്ദേട്ടന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കാനും മാത്രം എന്റെ മക്കൾ എന്ത് ചെയ്തു? അത് ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചോളാം. അങ്ങളെ ഞാൻ അങ്ങളെ വിളിക്കാതിരിക്കുവായിരുന്നു. എന്തിന്? എന്റെ ഭാര്യ ഇനി ഒരിക്കലും വെളിച്ചം കാണാൻ പോകുന്നില്ലെന്ന് എന്നോട് പറയാനോ? നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ എന്റെ ഭാര്യയും ഞാനും എന്റെ മോളും ചെയ്തത്? അങ്ങള് കാര്യം അറിയാതാണ് സംസാരിക്കുന്നത്. ആന്റിയെ എത്രയും വേഗം പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്റെ ഭാര്യയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നീ എന്തിനാ ഇത്ര ഉത്സാഹിക്കുന്നേ? അവളുടെ വക്കാലത്ത് എനിക്ക് തരാൻ പാടില്ലെന്ന് അത് നീയെ വാദിക്കുമെന്ന് തീരുമാനം എടുത്തത് എന്തിനാ? അത് ശരി, നീ പോയി വക്കാലത്ത് വാങ്ങിയോ? തെളിവെടുപ്പിന് പോലീസിന്റെ കൂടെ വന്നപ്പോ ഞാൻ അവളോട് കാല് പിടിച്ച് പറഞ്ഞതാ നന്ദന് വക്കാലത്ത് കൊടുക്കാൻ. അതിനപ്പ അവള് തയ്യാറല്ലായിരുന്നു. പിന്നെ എന്ത് ജാലവിദ്യ കാട്ടിട്ടാടാ നീ അവളെ കൊണ്ട് വക്കാലത്ത് ഒപ്പിടിച്ച് വാങ്ങിയത്? ജാലവിദ്യ കാട്ടിയത് ഇവനല്ല, ദേ നിൽക്കുന്നു ഇവന്റെ ഭാര്യ പൂജ. ഏത് പിശാചിനെ പൂജിച്ചിട്ടാടി നീ എന്റെ കുടുംബത്തെ ഇങ്ങനെ ആക്കി തീർത്തത്? അയ്യോ അച്ഛ, അങ്ങനൊന്നും സംസാരിക്കല്ലേ. അച്ഛനോ? ആരാ നിന്റെ അച്ഛൻ? ഏതോ ഒരു തെരുവിൽ ആരുടേതാണെന്ന് അറിയാതെ പെറ്റു വീഴ നിനക്ക് കുറച്ചു കാലം അങ്ങനെ വിളിക്കാനുള്ള അവസരം തന്നതോർത്ത് സ്വയം ശപിക്കുകയാണ് ഞാൻ. അങ്ങളെ വാക്കുകളൊക്കെ സൂക്ഷിച്ച്, അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോ ഈ പറഞ്ഞ ഓരോ വാക്കിനും നീറി കരയേണ്ടി വരും. ശരിയാ, ഇനി എത്ര കാലം കഴിഞ്ഞാലും ഞാൻ നീറി കരയേണ്ടി വരും. ഇപ്പൊ പറയുന്ന ഓർത്തിട്ടല്ല, നീയും നിന്റെ ഭാര്യയും ചേർന്ന് എന്റെ കുടുംബത്തോട് ചെയ്ത കൊടും പാതകം ഓർത്തു. എന്റെ അനുക്കുട്ടിയെയും എന്നെയും അരുണിമ തിരിച്ചറിയുന്ന നിമിഷം കാത്തിരിക്കുകയായിരുന്നു ഞാൻ.
ചെറുപ്പത്തിലെ ഒരുമിച്ചുള്ള ജീവിതം വീണ്ടും തിരിച്ചു കിട്ടുമല്ലെന്നുള്ള സ്വപ്നത്തിലായിരുന്നു ഞാൻ. അത് കയ്യെത്തും ദൂരത്ത് വന്നപ്പോഴേക്കും നീയും നിന്റെ ഭാര്യ കൂടെ തട്ടിത്തെറിപ്പിച്ചില്ലേ? മതി, നിർത്ത്. അച്ഛന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയിട്ട് എനിക്കും അജുവേട്ടന് എന്ത് കിട്ടാനാ? ഈ കുടുംബവും ഞാനും ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തും സ്വന്തമാക്കാൻ അതല്ലാതെ വേറെ മാർഗമില്ലെന്ന് നിനക്കറിയാം. അതിനുവേണ്ടി നീയും അർജുനും കൂടെ ചെയ്തു കൂട്ടിയതാ ഇതെല്ലാം. ഈ കുടുംബത്തിലും സ്വത്തിലും സത്യത്തിൽ ഒരു അവകാശമില്ലാത്തവളാണ് നീ. ഊരും പേരുമില്ലാത്ത ഏതോ ഒരുത്തിന് ആരിലോ ഉണ്ടായ ഒരു പെണ്ണ്. പക്ഷേ അനുമോൾ അങ്ങനെയല്ല. അവൾ എനിക്ക് പിറന്നവളാ. എന്റെ രക്തത്തിൽ അരുണിമയിൽ ജനിച്ച മകളാ. അവളെ ഇല്ലാതാക്കി എന്റെ ഭാര്യ ജയിലിലും അടച്ചിട്ടാ നിങ്ങൾ ഈ നാടകം കളിക്കുന്നത്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഈ വീട്ടിലെ മറ്റു ചിലരും. അച്ഛൻ ഒന്ന് മനസ്സിലാക്കണം. മക്കളെ അച്ഛന്മാര് സ്നേഹിക്കണം. പക്ഷെ സ്നേഹം ഒരു ഭ്രാന്തായി മാറാൻ പാടില്ല. സ്നേഹിക്കുന്നതിനോടൊപ്പം തെറ്റ് കണ്ടാ തിരുത്താനും അച്ഛന് കഴിയണം. പ്രിയയുടെ ഒരു തെറ്റും അച്ഛൻ ഇതുവരെ തിരുത്തിയിട്ടില്ല. അതുകൊണ്ടാ ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയാതെ അവളെ അന്വേഷിച്ച് നടക്കേണ്ട ഗതികേടിലേക്ക് ചെന്നെത്തിയത്. അരുണിമാമ ജയിലിൽ പോയതില് അച്ഛനുള്ള അതേ സങ്കടം ഞങ്ങൾക്കും ഉണ്ട്. പ്രിയ എവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയണമെന്നുണ്ട്. പക്ഷെ അവരിങ്ങനൊരു അവസ്ഥയിലായതില് എനിക്കും അജുവേട്ടനും യാതൊരു പങ്കുമില്ല. പ്രിയ ഇങ്ങനെ ആയത് അവളുടെ തെറ്റുകൊണ്ട് മാത്രം. നീ ആദ്യം വായടയ്ക്ക്. നിനക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? നീ ആരാണെന്നാ നിന്റെ വിചാരം? നീ ഈ വീട്ടിലേക്ക് കയറി വന്ന് എങ്ങനെയാണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അർജുന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്നോളാണ്. അതും എന്റെ മകളുമായിട്ടുള്ള അർജുന്റെ കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം. അങ്ങനെയുള്ള നിനക്ക് എന്റെ മകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് ഉള്ളത്? പിന്നെ ഞാൻ ഈ വീട്ടിലെ മരുമകളായി വന്ന് കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ വലിയ ഫംഗ്ഷൻ ആയിരുന്നു അത്. എത്ര ആളുകളായിരുന്നു അന്ന് കല്യാണത്തിന്. അക്കാലം മുതല് നന്ദനും ഞാനും എന്തിനു ഒരുമിച്ചായിരുന്നു. കൂടപ്പറപ്പിനെ പോലെയല്ല, കൂടപ്പറപ്പ് തന്നെയായിരുന്നു നന്ദൻ. എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു എപ്പോഴും. എവിടേക്കെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ ഒരുമിച്ചേ പോകൂ. കോടതി കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ബിസിനസ് കാര്യങ്ങളിലും ഒന്നിച്ചായിരുന്നു തീരുമാനം എടുത്തിരുന്നതും നടപ്പിലാക്കിയിരുന്നതും. ഒളിക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലേടോ? അനിയൻ ശങ്കർറാമിനേക്കാൾ നന്ദൻ എന്നെയായിരുന്നു കാര്യം. ശങ്കർറാമിന് അക്കാര്യത്തിൽ വിഷമം പോലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെയും അവരുടെയും കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വിവാഹം പോലും നമ്മൾ നിശ്ചയിച്ചത് ആ ബന്ധം കൊണ്ടാ, അല്ലേടോ? എന്തിനാ ഇപ്പൊ അതൊക്കെ ആലോചിക്കുന്നേ? എത്ര വലിയ ബന്ധമായാലും ഒരു നിമിഷം മതിയല്ലോ സ്പോയിലാവാനെന്ന് ഓർത്തു. എനിക്കറിയാം ഇന്ന് രാത്രി മുഴുവൻ അതോർത്ത് ഉറക്കം കളയുമെന്ന്. നമ്മുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടല്ലല്ലോ ഇതൊക്കെ സംഭവിച്ചത്. നന്ദേട്ടൻ ഇങ്ങോട്ട് വന്നത് തന്നെ വഴക്കിടാനുള്ള തയ്യാറെടുപ്പോട്ടാ. ഈ കാര്യം മുഴുവൻ ചെയ്തിട്ടും ആരോടും പറയാതെ എങ്ങോട്ടോ പോയ പ്രിയ എല്ലാവരുടെ മുന്നിലും മാലാകിയ. പൂജമോടെ പേരിൽ കുറ്റം ചാർത്താനേ എല്ലാവർക്കും താല്പര്യമുള്ളൂ. അന്ന് രാത്രി പ്രിയ ഉണ്ടാക്കിയ ചിക്കൻ കറി കഴിച്ചിട്ട് തന്നെയാ എല്ലാവരും ഉറങ്ങിപ്പോയത്. അതാർക്കും പറയാൻ പോലും താല്പര്യമില്ല. പകരം സാക്ഷി വന്ന് കയറിയതിന്റെ പിന്നിൽ അർജുനും പൂജയാണെന്ന് ആരോപിക്കാനാണ് എല്ലാവർക്കും തിടുക്കം. ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. അമ്മ ഈയിടെയായിട്ട് എന്നോട് പെരുമാറുന്നത് ആനന്ദേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോളുടെ സ്ഥാനത്ത് നിന്ന് താൻ പെട്ടെന്ന് മരുമോളുടെ സ്ഥാനത്തായി പോയി അല്ലേ? അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ ആനന്ദേട്ടന്? താൻ പൂജയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണോ? അതൊരു കാരണമാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാരണം വേറെയുണ്ട്. അർജുൻ പ്രിയെ വിവാഹം കഴിക്കാതിരുന്നത് മുതൽ അമ്മയ്ക്ക് വാശിയായിരുന്നു. എങ്ങനെയെങ്കിലും അഖിലിനെ കൊണ്ട് തന്നെ പ്രിയെ കെട്ടിക്കണമെന്ന്. അത് മനസ്സിലാക്കി പ്രിയ അഖിലിനെ സ്വന്തമാക്കാൻ നടത്തിയ ശ്രമങ്ങളൊന്നും നടക്കാതെ വന്നപ്പോഴാ അവസാനം ആ പഴയ മുറ എടുത്തത്.
ഗർഭസത്യാഗ്രഹം. അപ്പോഴേക്കും ആ സ്നേഹം വന്നു കയറി സകലതും പൊളിച്ചു കളഞ്ഞു. അതിന്റെ ദേഷ്യവും അമ്മയ്ക്ക്. അഖിലിനോടൊപ്പം പൂജ, അർജുനും നമ്മളും ഒക്കെ നിന്നപ്പോ അമ്മയ്ക്ക് മനസ്സിലായി ആ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. അമ്മയുടെ മടിയിൽ കളന്ന് വളർന്നതല്ലേ അഖില്. അവൻ അങ്ങനെ ഒരു നെറുകേട് ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് തോന്നാത്ത എന്താടോ? ഞാൻ പറയാം, പക്ഷേ ആനന്ദേട്ടൻ തെറ്റായി എടുക്കരുത്. താൻ പറയടോ. അമ്മയ്ക്ക് പെൺമക്കളോടും അവരുടെ കുട്ടികളോടും ഒരു പ്രത്യേക വാത്സല്യമാണ്. അങ്ങനെയുണ്ടോ? ആനന്ദേട്ടൻ അറിയാത്തോണ്ടാ. മക്കളെല്ലാം അമ്മമാർക്ക് ഒരുപോലെ അല്ലടോ. ചില അമ്മമാർക്ക് അങ്ങനെയല്ല. എന്റെ അമ്മൂമ്മ ഓർമ്മയുണ്ടോ? സാവിത്രി അമ്മൂമ്മ. അമ്മൂമ്മയ്ക്ക് 7 മക്കളായിരുന്നു. എന്നിട്ടും ജോലിയും സ്വത്തും സ്വർണവും എല്ലാം കൊടുത്തത് ഇളയ മകള് രാധികയ്ക്കല്ലേ. അവസാന കാലത്ത് ശരീരമാസകലം പൊള്ളിക്കിടന്നപ്പോ നോക്കാൻ നിന്നത് മൂത്ത മകളായ എന്റെ അമ്മയായിരുന്നു. മരിക്കുന്ന അന്ന് വരെ അമ്മയെ അമ്മൂമ്മ ചീത്ത വിളിച്ചിട്ടേ ഉള്ളൂ. വല്ലപ്പോഴും വന്ന് തിരിഞ്ഞു നോക്കിപ്പോയിരുന്ന രാധികയോടായിരുന്നു അമ്മൂമ്മയ്ക്കിഷ്ടം. അതുപോലെ ഇപ്പൊ ആനന്ദേട്ടന്റെ അമ്മ. എന്നെ അമ്മ മരുമകളായിട്ട് എന്നും കണ്ടിട്ടുള്ളൂ. കാര്യങ്ങളൊക്കെ നോക്കാൻ മക്കളൊന്നും വരില്ല എന്ന് അമ്മയ്ക്കറിയാം. അപ്പൊ എന്നോട് സ്നേഹം കാണിക്കും. പക്ഷേ ശരിക്കും കൂറ അവരോടാ. അങ്ങനെ മാത്രം ആവില്ല മാതിരി. അരുണിമയെ കാലം കുറെ കഴിഞ്ഞിട്ടല്ലേ അമ്മ കണ്ടത്. അതുകൊണ്ടുള്ള സ്നേഹാവും. ആയിക്കോട്ടെ, പക്ഷെ പ്രിയയോടോ? അരുണിമയുടെ മോളല്ലേ അവള്. എന്ന് അരുണിമ ചേച്ചി പറഞ്ഞോ? അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എന്തറിയാം? പ്രിയ പറഞ്ഞു മകളാണെന്ന്. നന്ദേട്ടനും അമ്മയും വിശ്വസിച്ചു. അതല്ലേ ശരി? എനിക്കെന്തോ പ്രിയയുടെ കാര്യത്തിൽ നല്ല സംശയം ഉണ്ട് നന്ദേട്ട. അല്ലെങ്കിൽ അവള് ജീവനുള്ള ഒരു നുണയാണെന്ന് അരുണിമ ചേച്ചി പറയൂ. ആനന്ദേട്ടൻ നോക്കിക്കോ, ഇനിയും എന്തൊക്കെയോ കലങ്ങി തെളിയാനുണ്ട്. എനിക്ക് ഉറപ്പാ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് ചോദിച്ചാ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ ഈ പ്രിയ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. അവൾ ഇവിടെ വന്നത് 100 കൂട്ടം രഹസ്യമായിട്ടാ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവളെ എതിർക്കുന്നതും. പക്ഷേ ചിലപ്പോ അമ്മയ്ക്ക് മുന്നിൽ എനിക്ക് മറ്റു വഴികളില്ലാതായി പോവും. ഇപ്പൊ അവളുടെ പേരിലുണ്ടാവുന്ന കേസൊക്കെ എല്ലാവരും മറന്ന മട്ട. പക്ഷെ ഞാൻ മറന്നിട്ടില്ല. അർജുനും പൂജമോളും മറന്നിട്ടില്ല. വളർത്തി വലുതാക്കി വിശ്വനാഥൻ സാർ കൊലപ്പുള്ളിയാണെന്ന് നുണ പറഞ്ഞവളാ അവള്. ആ തേജ കൊലക്കേസിലും പ്രിയയ്ക്ക് കാര്യമായ എന്തോ റോളുണ്ട്. ആനന്ദേട്ടൻ അറിയോ? അരുണിമ ചേച്ചിയുടെ ഓർമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ പറയുന്നത്? അന്നത്തെ ആക്സിഡന്റിൽ പറ്റിയതല്ലേ അത്? ആ അപകടത്തിൽ മറ്റെന്തൊക്കെയോ ചിലതും കൂടി അരുണിമ ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള 6ാം ഇന്ദ്രിയം. 6ാം ഇന്ദ്രിയമോ? ആ, നമ്മളെല്ലാവരും പ്രിയ ഈ വീട്ടില് തന്നെയാണെന്ന് വിശ്വസിച്ചപ്പോഴും അരുണിമ ചേച്ചി മാത്രം ഒന്നും വിശ്വസിച്ചിട്ടില്ല. കാരണം ആ 6ാം ഇന്ദ്രിയ. ആനന്ദേട്ടൻ നോക്കിക്കോ, ജയിലിൽ പോയ അരുണിമ ചേച്ചി അല്ല തിരിച്ചു വരാൻ പോകുന്നത്. പറയട്ടാ, എന്താ ഉണ്ടായത്? പൂജ ഏട്ടന് എന്തെങ്കിലും പറഞ്ഞു? അച്ഛാ അച്ഛാന്ന് വിളിച്ച് പുറകെ നടക്കുമ്പോഴേ എനിക്ക് അവിടെ ഉദ്ദേശത്തിൽ സംശയം ഉണ്ടായിരുന്നു. അവൾ എന്താ ഏട്ടനോട് പറഞ്ഞത്? ഞാനാണ് അനുവിനെ ഇങ്ങനെ ആക്കിയതെന്ന്. അവളോടുള്ള എന്റെ സ്നേഹം വെറും ഭ്രാന്താണെന്ന്. എനിക്ക് കഴിവുണ്ടെങ്കിൽ എന്റെ മോളെ കണ്ടുപിടിക്കാൻ. അവരാണ് കുറ്റവാളിയെന്ന് തെളിയിച്ചു കാണിക്കാൻ. ഞാൻ പറഞ്ഞത് ഇപ്പൊ സത്യമായില്ലേ? അനുവിനെ കാണാതായതിന് പിന്നിൽ അവരാണെന്ന് ഇപ്പൊ ഏട്ടന് മനസ്സിലായില്ലേ? മനസ്സിലായി. എത്ര ശ്രമിച്ചാലും ഞാൻ അനുവിനെ കണ്ടെത്താൻ പോകുന്നില്ല എന്നുള്ളൊരു അഹങ്കാരമായിരുന്നു അവളുടെ വാക്കുകളില്. അനുവിനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഈ പണി ഉപേക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോ അവൾ എന്താ പറഞ്ഞെന്നോ? എന്നാ പുതിയ ജോലി കണ്ടുപിടിച്ചതിന് ശേഷം അന്വേഷിച്ചാ മതിയെന്ന്. അവൾ അത്രയ്ക്കായോ? അതിനർത്ഥം ഏട്ടനെ ഈ പണിക്ക് കൊള്ളില്ല എന്നല്ലേ? അതെ ശങ്കരേ. അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ വെറും പൂജ്യമാണെന്നല്ലേ? നാടൻ ഭാഷയെ പറഞ്ഞാല്
ഈ പണിക്ക് പകരം ഏട്ടൻ വല്ല ഇതിനും പൊയ്ക്കൂടെ എന്നാ അവള് ചോദിച്ചത്. ശങ്കരേ, അതെ ഏട്ടാ, ആ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെ. അതും കേട്ട് ഏട്ടൻ മിണ്ടാതെ പോന്നപ്പോഴേ അവിടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കിട്ടല്ലേ ഏട്ടാ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമായിരുന്നു. കാരണം നോക്കി പോയിക്കാൻ ഞാൻ കൈ ഉയർത്തിയതാ. അപ്പോഴേക്കും ഏട്ടാ, അവിടെ ചെന്ന് അവന്റെ അടിയും വാങ്ങിയിട്ടാണോ ഏട്ടൻ ഇവിടെ വന്നത്? അങ്ങനെയല്ല. അർജുനെ അടിക്കാൻ പോയപ്പോ അടിതെറ്റി ആനന്ദിന്റെ ദേഹത്ത് കൊണ്ടപ്പോ അവൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന്. ഓ, അപ്പൊ ദേഹം നൊന്താൽ ഏട്ടനെ അവർക്ക് തല്ലാം അല്ലേ? ഏട്ടൻ അതെന്താ വന്നപ്പോ പറയായിരുന്നത്? എന്റെ ഏട്ടന്റെ മേൽ കൈവച്ചിട്ട് അവരങ്ങനെ സുഖമായിട്ട് ഉറങ്ങണ്ട. ഇന്ന് അത് നേരിട്ട് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഏട്ടൻ എഴുന്നേറ്റേ വാ. ഒന്നും വേണ്ട. വേണ്ടെന്നോ? വേണ്ടെന്ന്. വേണം, ഇന്നിപ്പൊ തന്നെ വേണം. ആ ആനന്ദിനെ അർജുനെയോ ആരാന്ന് വെച്ചാ വിളിച്ചിറക്കി മുന്നിൽ നിർത്തി തരാം. എണ്ണം പറഞ്ഞൊന്ന് കൊടുത്തിട്ട് ഏട്ടൻ ഇനി പോരെ. അത് വിട്ടേക്ക് ശങ്കരേ. അതെങ്ങനെ ഇവിടുന്ന് ഏട്ടാ? അല്ലെങ്കിൽ ഏട്ടൻ എന്നോട് പറ, ഞാൻ ചെയ്തോളാം ബാക്കി. അല്ലാതെ എടാ ശങ്കരേ, അല്ലാതെ ആ വഴക്കിനും ബഹളത്തിനും ഇടയിൽ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. അല്ലാതെ ആനന്ദ് മനഃപൂർവ്വം ചെയ്തു ഒന്നും അല്ലടാ. പക്ഷേ പൂജ പറഞ്ഞ ഓരോ വാക്കും ഉള്ളിത്തട്ടി പറഞ്ഞത് തന്നെയാ. നീ പറഞ്ഞത് ശരിയാ ശങ്കരേ. അവള് ചിരിച്ചോണ്ട് കഴുത്തിറക്കാൻ കഴിവുള്ളവളാ. അനുമോള് മിസ്സിംഗ് ആയതിന്റെ പിറകിൽ അവളുടെ പ്ലേ ആണുള്ളത്. അതിപ്പോഴെങ്കിലും ഏട്ടൻ സമ്മതിച്ചല്ലോ. സാക്ഷിയെ ജയിൽ ചാടാൻ സഹായിച്ചതും അന്ന് രാത്രി സാക്ഷിയെ വീട്ടിൽ വിളിച്ചു വരുത്തിയതും അർജുനും പൂജയും കൂടി തന്നെ ആയിരിക്കും. അനുമോളെ ഇല്ലാതാക്കാനായിരിക്കും അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ പോലെ സാക്ഷിക്ക് അടി കിട്ടിയത്. ആ നിമിഷം തന്നെ അതിന്റെ ഉത്തരവാദിത്വം അരുണമേച്ചിയുടെ തലയിൽ അവർ കെട്ടിവെച്ചു. അനുവിനെ അവിടുന്ന് മാറ്റുകയും ചെയ്തു. അത് തന്നെ ഏട്ടാ ഉണ്ടായിരിക്കുന്നത്. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഏട്ടനോടൊരു കാര്യം പറയട്ടെ. അരുണമേച്ചയെ ഇപ്പൊ പുറത്തിറക്കാതിരിക്കുന്നതല്ലേ നല്ലത്? എന്ന് വെച്ചാൽ അല്ല, വേറൊന്നും തോന്നരുത്. പുറത്തുള്ളതിനേക്കാൾ സുരക്ഷിതത്വം ചേച്ചിക്കപ്പ അകത്തല്ലേ. എന്നാ ഇനിയുള്ള കാലം മുഴുവൻ അവളെ ഞാൻ ജയിലിലിട്ടേക്കാവടാ. എന്താ അത് മതിയാവോ? അയ്യോ ഏട്ടാ, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. പിന്നെ അനുമോൾക്കെതിരെ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അതുപോലെ തന്നെ അരുണമേച്ചി പുറത്തിറങ്ങിയാൽ പൂജ അർജുനും അരുണമേച്ചിയോടത് ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അതെ, ഈ അരുണമേച്ചിയെ കാണുമ്പോഴുള്ള പൂജയോടുള്ള അമ്മയെന്നുള്ള വിളിയുണ്ടല്ലോ, അതൊന്നും വിശ്വസിക്കരുതേട്ടാ. ശങ്കരേ, എന്റെ മോൾക്കെതിരെ അവരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അവരതിനുള്ള അനുഭവിക്കും. പിന്നെ അരുണിമ, അവളുടെ ദേഹത്തിന് ഒരു തരി പൊടി പോലും വീഴ്ത്തില്ല. പുറത്തിറക്കിയാൽ ഞാൻ അവളെ ഇങ്ങോട്ടേക്കാ കൊണ്ടുവരാൻ പോന്നേ. അവളുടെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിയ ഈ വീട്ടിലേക്ക്. നന്ദൻ ആരാണെന്ന് എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഒരാളെയും എനിക്ക് വിശ്വാസമില്ല ശങ്കരേ. ഇനിയും എല്ലാവരുടെ മേലും എന്റെ ഒരു കണ്ണുണ്ടാവും. കൂടെ നിന്നായാലും മറഞ്ഞു നിന്നായാലും ആരൊക്കെയാണ് എന്നെ ചതിക്കുന്നതെന്ന് മനസ്സിലാക്കി വരികയാണ് ഞാൻ. ഞാനൊരു മണ്ടനാണെന്ന് കരുതിയവർക്കെല്ലാം തെറ്റി ശങ്കരേ, തെറ്റി. എല്ലാവർക്കും ഉള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. വീടില്ല ഞാനൊന്നിനെ. വിളിച്ചിട്ട് എനിക്കിതാ, ഞാൻ കാര്യങ്ങൾ പറയാം.
കിട്ടുന്നില്ല. വീട്ടിലെ നമ്പറിൽ ഒന്ന് വിളിക്ക്. ആ ആ ഇറങ്ങിയുന്നുണ്ട്. ഹലോ നന്ദേണ്ണല്ല, ശങ്കരേട്ടനാ. ഹലോ ആ ഹലോ, ഞാനാ മഹേശ്വരി. ഹാ അമ്മേ പറഞ്ഞോളൂ. ആ നന്ദൻ എവിടെയാ ശങ്കറേ? ഏട്ടനിവിടെ ഇല്ലല്ലോ അമ്മേ. എന്താ? അല്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. റേഞ്ച് ഉണ്ടാവില്ല, അതായിരിക്കും. എന്താ അമ്മേ കാര്യം? അല്ല അത് എന്തായാലും പറഞ്ഞോളൂ. ഞങ്ങൾക്ക് നന്ദനെ ഒന്ന് നേരി കാണണം. അറിയാവല്ലോ, നന്ദേട്ടൻ ഇനി ആ വീട്ടിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. എന്തെങ്കിലും പ്രത്യേക ആവശ്യമുണ്ടോ? ഉണ്ട് ശങ്കറേ, അനുക്കുട്ടിയുടെ മിസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നന്ദനോടൊന്ന് സംസാരിക്കണം. അവളെ അർജുനും പൂജയും കൂടെ ഒളിപ്പിച്ചിരിക്കുക. അതെവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. അതിന് ഞങ്ങൾക്ക് നന്ദന്റെ സഹായം വേണം. ഏട്ടൻ വന്നാ ഞാൻ പറയാം. ദേ, നാളെ തന്നെ ഞങ്ങൾക്ക് കാണണമെന്നൊന്ന് പറയണം. ശരിയമ്മ. അവളെ കണ്ടെത്തുന്നതോടെ എല്ലാത്തിനും ഒരു അവസാനമാവും. ഹലോ. അതെ, നമുക്ക് അനുകൂലമായൊരു കാര്യം നടന്നിട്ടുണ്ട്. എന്താ? പ്രിയയുടെ മിസ്സിംഗ് കേസ് തെളിയിക്കാൻ മഹേശ്വരിയമ്മ നാളെ നന്ദേട്ടനെ കാണാൻ വരുന്നുണ്ട്. ശങ്കറെ, ഞാൻ തന്നോട് പറഞ്ഞത് 10 ദിവസത്തിനുള്ളിൽ പ്രിയ എന്റെ കയ്യിലെത്തണമെന്നാ. നന്ദൻ കേസ് നടത്തുകയോ കണ്ടുപിടിക്കുകയോ എന്ത് തന്നെ ആയാലും ശരി, എന്റെ മുന്നിൽ താൻ അവളെ കൊണ്ടുവന്ന് നിർത്തിയേ പറ്റൂ. അതിനുള്ള വഴിയാ സേനാപതി ഞാൻ പറയുന്നത്. ഇതിനിടെ 2 തവണ പ്രിയ എന്നെ വിളിച്ചതാ. പക്ഷേ എവിടെയാണെന്ന് അവള് പറഞ്ഞില്ല. ഓരോ തവണ അവള് വിളിക്കുന്നതും പല പല സ്ഥലങ്ങളിൽ നിന്നാ. പ്രിയയെ കൊന്നതാണെന്നും അത് ചെയ്തത് അർജുനും പൂജയും കൂടിയാണെന്നും ഒരു കേസ് നന്ദേട്ടൻ മൂവി ചെയ്താൽ അവർക്കിനി മറവിൽ നിൽക്കാനാവില്ല. മാളത്തിൽ നിന്ന് അവളെ പുകച്ചു പുറത്ത് ചാടിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം. തന്റെ ഏട്ടൻ വിചാരിച്ചിരിക്കുന്നത് പ്രിയ അയാളുടെ മകളാണെന്നല്ലേ? മകള് കൊല്ലപ്പെട്ടു എന്ന് അയാൾ ഒരു കേസ് ഫയൽ ചെയ്യിക്കണം. പക്ഷേ അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഏട്ടനെ വിശ്വസിക്കാൻ കഴിയാവുന്ന ആരെങ്കിലും ഒരാൾ പറയണം. അർജുനെതിരെ ജയിക്കാൻ കഴിയുമെന്ന് ഏട്ടന് വിശ്വാസമുള്ള ഒരാൾ. അടിക മതിയാവോ? മതി. അടികയും അർജുനും തമ്മിൽ പണ്ടേ ശത്രുതയുള്ളതാണെന്നും പ്രിയയെ പുറത്തു കൊണ്ടുവരാൻ അടികയാണ് ഏറ്റവും നല്ലതെന്നും നമുക്ക് ഏട്ടനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. അത് നടക്കോ? നടക്കും. ആ കാര്യമേ ഞാൻ ഏറ്റു. എന്നാ അടിക നാളെ അവിടെ എത്തിയിരിക്കും. ശരി. നിനക്കെന്തോ പറയാനുള്ളത് പോലെ തോന്നുന്നല്ലോ. മഹേശ്വരിയമ്മ വിളിച്ചിരുന്നു. ഏട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ ഇവിടുത്തെ ഫോണിലേക്ക് വിളിച്ചത്. നാളെ അവർക്ക് ഏട്ടനെ ഒന്ന് കാണണമെന്ന്. അമ്മ എന്തെങ്കിലും കാര്യം പറഞ്ഞു? അനുമോളുടെ കാര്യത്തിൽ അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് തോന്നുന്നു. അവളെ കണ്ടുപിടിക്കാൻ ഏട്ടന്റെ സഹായം വേണമെന്നാണ് പറഞ്ഞത്. അവളെ കാണാനില്ലെന്ന പരാതി കൊടുത്തിട്ടും
പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ട് ഒന്നും നടന്നില്ലെന്ന് ഏട്ടൻ അറിയാവല്ലോ. അത് അർജുന്റെ സ്വാധീനം കൊണ്ടാ. ഇപ്പോ മഹേശ്വരി അമ്മയ്ക്ക് മനുവിനെ കണ്ടെത്തണമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത് നല്ലതായിട്ടാ. ഞാൻ ആലോചിക്കാത്തോണ്ടല്ല ശങ്കര. പക്ഷേ അർജുനാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ മുമ്പിൽ ഞാൻ വീണ്ടും പരാജയപ്പെട്ടതുപോലാവും. അതെനിക്ക് വയ്യ. ഏട്ടൻ ഇപ്പോഴും സഞ്ചരിക്കുന്നത് നേരായ വഴിയിലൂടെ മാത്രമാ. പക്ഷെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അല്പം വളഞ്ഞ വഴിയിൽ കൂടെ പോകണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അനുമോളെ പുറത്തെടുക്കാതെ നിവർത്തിയില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് അർജുൻ ചെന്നെത്തണം. അതിന് ഏത് വഴിയും സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളെ വെച്ച് വേണം ഏട്ടൻ കേസുമായി മുന്നോട്ട് പോകാൻ.